നല്ല നമസ്കാരം. ദിനദരികിടതോം ആരംഭിക്കുകയാണ്. പോയ വാരം താരത്തിൻ്റെ അറസ്റ്റും അതിൻ്റെ അലയൊലികളുമായിരുന്നു. ഗൂഢാലോചന കേസിൽ അകത്തായ ദിലീപിനെ നോക്കി നാട്ടുകാർ കൂവി. പോരാത്തതിന് കേസ് വാദിക്കാനിറങ്ങിയ മുതിർന്ന അഭിഭാഷകൻ കെ രാംകുമാറും കൂവൽ കേട്ടു. വർഷങ്ങളോളം കഴിവുള്ള പല നായകന്മാരുടെയും ചിത്രങ്ങൾ കൂവി തോൽപ്പിച്ചിട്ടുള്ളവർക്ക് ഈ കൂവൽ ഒരു പുത്തരിയല്ല. എന്തിന്? ചോദ്യങ്ങൾ ചോദിച്ചതിന് മാധ്യമ പ്രവർത്തകരെ വരെ കൂവിയ കുക്കുവിനെ പോലുള്ള ചലച്ചിത്ര താരങ്ങൾ നാട്ടുകാരുടെ കൂവൽ കേട്ടാൽ കുലുങ്ങില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും പോലീസ് ഒരു പ്രതിയുമായി പോകുമ്പോൾ ഇങ്ങനെ കൂവരുത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ആരും ഇടയ്ക്ക് കയറി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാതിരിക്കുക. നന്മമരമായ നായകന് വേണ്ടി രംഗത്തിറങ്ങിയ ഇവന്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾക്ക് ഒരു നല്ല നമസ്കാരം. ഒരു അഭിനേത്രി ആയതുകൊണ്ട് നമ്മുടെ അമ്മ പെങ്ങന്മാർക്കുള്ള മാനാഭിമാനം അവർക്കില്ലാതെ പോകില്ലെന്ന് എല്ലാ മനുഷ്യസ്നേഹികളെയും ഓർമ്മപ്പെടുത്തി ഈ ആഴ്ചയിലെ ദിനദരികിടതോം ആരംഭിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി അമ്മ അഥവാ ഒരു കുഞ്ഞമ്മ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ദിനദരികിടതോം പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ടമാർ പടാർ തിരക്കഥാ ട്വിസ്റ്റുകളുമായി മുന്നോട്ടു പോയ പടം സൂപ്പർ ഹിറ്റായ സ്ഥിതിക്ക് ഈ ആഴ്ച ദിനദരികിടതോം ഈ ചിത്രത്തിലെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് ഒരു അവാർഡ് നൽകുകയാണ്. ചുമ്മാ അപ്പോൾ തന്നെ PW വിളിച്ച് ഒരു അവാർഡ് തന്നുവെന്ന് നമ്മുടെ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അവാർഡ്. അമ്മ എന്ന സംഘടനയ്ക്ക് അവാർഡല്ല, നല്ല ചിരവത്തടി കൊണ്ട് അടിയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നവർ ഉണ്ടാകും. പക്ഷേ ദിനദരികിടതോം അത്രയ്ക്ക് അങ്ങോട്ട് കടുപ്പിക്കുന്നില്ല. ഈശ്വരന്മാരെ കാത്തു രക്ഷിക്കണേ. അമ്മ അല്ല, ഇത് മാഫിയാണെന്ന നിരീക്ഷണത്തിൽ ഒരു മാഫിയ ചിത്രമാണ് കഴിഞ്ഞുപോയത്. അവ വീണ്ടും കാണിച്ച് പ്രേക്ഷകരെ മടുപ്പിക്കുന്നില്ല. പകരം 2013 മുതൽ തിരക്കഥ രചിച്ച് കഴിഞ്ഞ ഫെബ്രുവരി 17 റിലീസായ തട്ടിപ്പ് ചിത്രത്തിനുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു. അതിനു മുമ്പ് ഒരു കോട്ടിടട്ടെ. അവാർഡൊക്കെ അങ്ങനെ പ്രഖ്യാപിക്കണമെന്നാണ് അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്. മാഫിയയുടെ ഭീകരതയ്ക്കെതിരെ, ദുഷ്ടതയാർന്ന മഹാശക്തിക്കെതിരെ ഒറ്റപ്പെട്ടതെങ്കിലും കരുത്താർന്ന പ്രതിരോധമുയർത്തുവാൻ എല്ലാം മറന്ന് പോരാടാനിറങ്ങിയവരുടെ കഥയാണിത്. മാഫിയ. അമ്മ അവതരിപ്പിച്ച മാഫിയ ചിത്രങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു. നാടൊട്ടുക്ക് കൂക്കിവിളിയായിരുന്നു ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം. അതിൽ തന്നെ മികച്ച കൂവൽ നടത്തിയ കുക്കു പരമേശ്വരന് ഏറ്റവും നല്ല പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം നൽകുന്നു. പടമൊന്നുമില്ലാതിരിക്കുമല്ലേ, പാവം ചുമ്മാ കൂവി തെളിയട്ടെ. ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. രണ്ടുപേരെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളി പറയില്ല. അവരുടെ വേദനയിൽ ഞങ്ങൾ തള്ളി പറയില്ല. നിങ്ങൾ എന്ത് തലമുത്തി പറഞ്ഞാലും ചലച്ചിത്ര താരങ്ങൾ മാത്രമല്ല, ജനപ്രതിനിധികളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രമായിരുന്നു അമ്മയുടെ മാഫിയ. ഇതിൽ തന്നെ അന്തസ്സുള്ള പെരുമാറ്റം കാഴ്ചവെച്ച നടനുള്ള പുരസ്കാരമാണ് കൊല്ലം MLA മുകേഷ്. മാന്യമായ പെരുമാറ്റം, കുലീനത, പൾസർ സുനിയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തൽ തുടങ്ങിയ വമ്പൻ പെർഫോമൻസിനാണ് ഈ പുരസ്കാരം. സുഹൃത്തെ, വനിതാ സംഘടനയുടെ മെയിൻ ആൾ ഇവിടെ വന്നു പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണ ഇവിടെ അണ്ണ ഇങ്ങോട്ട് നോക്കണ്ട.
നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. കുഴപ്പമായി എന്നാ തോന്നുന്നത്. നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോൾ ഷോക്കിലാണ്. എന്റെ അമ്മേ, ഒരാൾ പറയുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആരോപണ വിധേയനായി എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് കേരള ജനതയെപ്പോലെ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അത് അല്ല എന്ന് മനസ്സിലായ ആ സമയത്ത് തന്നെ ഏറ്റവും ശക്തമായ നിലപാട് എൻ്റെ അമ്മ സംഘടനയും ഞാനെന്ന വ്യക്തിയും എൻ്റെ പാർട്ടിയും എടുത്തു കഴിഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? ഇനി ചലച്ചിത്ര ചിത്രരചനാ പുരസ്കാരമാണ്. അതായത് വൻ സംഘടനകളും ബഹളവും നടക്കുമ്പോഴും ശ്രദ്ധയോടെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെയാണ് ഇവിടെ അംഗീകരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഒച്ച വയ്ക്കണ്ട. കുട്ടി കുട്ടി മിണ്ടത്തില്ല. നിറങ്ങളെ പാടൂ. എന്താ കുട്ടി കുട്ടിയൊന്നും മിണ്ടാത്ത? പാടൂ. ഇനി കൂട്ട നിലവിളി കേട്ടാലും ചുമ്മാ കിടക്കുന്ന നിശബ്ദ ചിത്ര അഭിനയ മികവിനുള്ള പുരസ്കാരമാണ് അർഹനായിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി. അമ്മ ഉറങ്ങിയോ? അന്നത്തെ പോലെ ഞാനൊന്നും ചെയ്യല. അമ്മ പറയണ പോലെ കേട്ടോളാം. ദിലീപിനെതിരെ ഇങ്ങനൊരു കേസ് വന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തുകൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന് അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. ഈ ചിത്രത്തിലെ മികച്ച ഹാസ്യതാരം ജൂറി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തിരിക്കുന്നു ചാലക്കുടി എംപിയും അമ്മ പ്രസിഡന്റുമായ ഇന്നസെന്റ്. മരണ വീട്ടിലും മാസ് കോമഡിയായിരുന്നു ഇന്നച്ചൻ. ദിലീപ് എന്ന് പറയുന്ന ആൾ ഇന്നലെയും കൂടി എന്നെ വിളിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും. ഞാൻ തന്നെ ചോദിച്ചു, എടാ ദിലീപേ, സത്യം പറ, എന്തെങ്കിലും ഉണ്ടോ? എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. കമോൺ. 2 വള്ളത്തിലും ചവിട്ടി നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന് ഡബിൾ റോൾ പുരസ്കാരം നൽകി ദിനദലികടവും ആദരിക്കുന്നു. ഈ വിഷമം അനുഭവിക്കുന്ന 2 അംഗങ്ങളെ ഞങ്ങൾ തള്ളി പറയില്ല. ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. 2 പേരെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളി പറയില്ല. അവരുടെ വേദനയും ഞങ്ങൾ നാണക്കേട്. മനുഷ്യനായ ഒരു ശേന യുക്തിബോധം വേണ്ടേ, ധൈര്യം വേണ്ടേ? ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാർ അറിയണ്ട. ഞാൻ അമ്മയുടെ ഭാരവാഹിയാണ്, അമ്മയുടെ വിശ്വസ്തനായ പ്രവർത്തകനാണ്. അമ്മ നേതൃത്വത്തോട് ഈ കുറ്റവാളിയായി ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ആളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും വളരെ യുക്തമായ ശക്തമായ ആക്ഷൻ ഉണ്ടാകും. ഗണേശ ശരണം ശരണം ഗണേശ. ചിത്രത്തിൽ വലിയ റോളില്ലെങ്കിലും ആവശ്യമില്ലാത്ത ഡയലോഗ് കൊണ്ട് ശശിയായവർക്കുള്ള പുരസ്കാരമാണ് ഇനി. നടൻ സിദ്ദിഖ്, സലിംകുമാർ എന്നിവർ കടുത്ത മത്സരം കാഴ്ചവെച്ചു. ഇരുവർക്കും ഈ പുരസ്കാരം പങ്കുവെക്കുന്നു. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയൊരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്.
നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. ചെല്ലടാ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് എന്തിനാണ്, ഞാൻ പ്രേക്ഷകരോടും കൂടിയാണ് പറയുന്നത്, എന്തിനാണ് നമ്മളായിട്ട് ഒരാളെ കുറ്റവാളിയാക്കാൻ ഇത്രയധികം ശ്രമം നടത്തുന്നത്? ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? ഞങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടി ആക്രമിക്കപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരംഗത്തെ അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങൾക്കുണ്ടാകാവുന്ന ഒരു മാനസിക സംഘർഷം മനസ്സിലാവും. താൻ പ്ലാനില് ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് ഞങ്ങളെ പറ്റി ഒന്ന് പൊക്കി പറയണം. നല്ല ചെറുപ്പക്കാരാണ്, തങ്കപ്പെട്ട മനസ്സാണ്, പ്രത്യേകിച്ച് ആ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന സാറിന്റെ. അത് ചേട്ടനല്ലേ? അതെങ്ങനെ മനസ്സിലായി? അയ്യപ്പൻ അത്ര സ്റ്റെപ്പ് ഇട്ടാൻ കേട്ടതാ ആണല്ലേ? ഇനി ചിത്രത്തിലുടനീളം ചായ വിതരണം ചെയ്ത ടി പ്രൊഡക്ഷൻ കൺട്രോൾക്കുള്ള പുരസ്കാരമാണ്. പതിവ് പോലെ ഇടവേള ബാബു. ചായ കുടിച്ചിട്ട് പോകണ്ടോ? നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ട് പോടാ. വാനം നീലയാണ് ബായ്, പാലം തൂണിലാണ് ബായ്, ഞാൻ ഇങ്ങനാണ് ബായ്, അതിനെന്താണ് ബായ്? ചായ കുടിച്ചിട്ട് പോകണ്ടോ? മാഫിയ ചിത്രത്തിലെ മികച്ച വില്ലനായി ഇതുവരെയുള്ള പ്രകടനത്തിൽ നിന്നും ജനപ്രതി നായകൻ ദിലീപിനെ തിരഞ്ഞെടുക്കുന്നു. ഇനി അണിയറയിൽ വേറെ ഏതെങ്കിലും വില്ലന്മാരുണ്ടെങ്കിൽ അവർക്ക് ദിലീപ് തന്നെ ഈ അവാർഡ് കൈമാറാവുന്നതാണ്. അവളുടെ കെണിയായിരിക്കും, സൂക്ഷിച്ചില്ലെങ്കിൽ. ആരാ? അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഓടി പോടാ. എടാ, ദാ, മരപ്പെട്ടി, എന്താ രസം കാണാൻ. എവിടെ? അതെ, നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക്, മീശയുടെ തൂക്കം ഒന്ന് കാണട്ടെ. ഇനി ഈ ചിത്രത്തിലെ നായക പുരസ്കാരമാണ്. തിരക്കഥകൾക്കപ്പുറം സിനിമാക്കാരെ വരെ ഞെട്ടിച്ച അഭിനയം കാഴ്ചവെച്ച് വമ്പൻ സ്രാവുകളെ പൊക്കിയ പെരുമ്പാവൂർ CI ബൈജു പൗലോസിന് ദിനദരികടവും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ഈശ്വരന്മാരെ കാത്തു രക്ഷിക്കണേ. ഇനി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ദിലീപിൻ്റെ അറസ്റ്റിൽ എന്തോ ഒരു അസ്പൃശ്യത നമ്മുടെ പൂഞ്ഞാർ പുലി PC ജോർജ് മണക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ തോക്കെടുക്കുന്ന ആളാണ് PC. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് പോലീസിനും നല്ലതാണ്. PC പറയുന്നു, ദിലീപിൻ്റെ അറസ്റ്റ് മുഖ്യമന്ത്രിയുമായി ഒരാൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന്. അങ്ങനെ ദിലീപിന് വേണ്ടി PC ഹാജരാകുന്നു, യുവർ ഓണർ. ഞാൻ മുകുന്ദനുണ്ണി, വക്കീല. Look at that. I object, Your Honor. Yes, my lords. That's all, Your Honor. പിണറായി വിജയനും ഈ നടനെ ഉപേക്ഷിച്ച് പോയ സ്ത്രീയും, ഈ നടനെ ഉപേക്ഷിച്ച് പോയ സ്ത്രീ അറിയാമല്ലോ. ഇവർ രണ്ടും കൂടെ സ്റ്റേ, രണ്ടും കൂടി വർത്താനം പറഞ്ഞ് എല്ലാ ചാനലും ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഗൂഢാലോചന ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോഴാണല്ലോ ഗൂഢാലോചന ഉണ്ടായത്. എല്ലാവരും കേട്ടും കണ്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് തെളിയും.
അന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ക്ഷമ പറയേണ്ടി വരും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പിണറായി വിജയൻ പറയുന്നു ഗൂഢാലോചനയില്ല. പാർട്ടി സെക്രട്ടറി കോടിയേരി പറയുന്നു ഗവൺമെന്റ് എരയോടൊപ്പമാണ്. എരയോടൊപ്പമാണ് പിണറായി വിജയനെങ്കിൽ ഗൂഢാലോചന ഉണ്ടെന്ന് എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല? DGP സെൻകുമാർ 28-ാം തീയതി രാജിവെക്കുമ്പോൾ പറയുന്നു, അല്ല പെൻഷൻ പറ്റി പിരിഞ്ഞ നിമിഷം അദ്ദേഹം പറഞ്ഞു, ഈ നിമിഷം വരെ ഈ ദിലീപിനെതിരെ തെളിവില്ല. 1.5 ദിവസം കഴിയുമ്പോൾ ദിലീപ് അറസ്റ്റിൽ. എന്താ ന്യായം? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. ഞാൻ യാതൊരു സംശയമില്ല, എൻ്റെ വിശ്വാസം ഇതൊരു കള്ളക്കേസാണ്. അന്വേഷിക്കണം. കാരണം ഞാൻ ഇതിനകത്ത് കാണുന്നത് ദിലീപ് പറഞ്ഞു എന്ന് പറഞ്ഞത് എന്താ, ഒരു കേസ് ഞാനിപ്പം ഇങ്ങോട്ട് നടന്ന് വേണ്ടി വരുമ്പോൾ നോക്കിയപ്പം അതിനകത്തൊരു മിസ്ഡ് കോളുണ്ട്. കാരണം ഞാൻ മറ്റേ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇടയ്ക്ക് എന്നെ വിളിച്ചതാണ്. എൻ്റെ മര്യാദയ്ക്ക് ഞാൻ അന്നേരം മിസ്ഡ് കോൾ വിളിച്ചു. ഉടനെ മിസ്ഡ് കോൾ കണ്ട് വിളിച്ചാൽ ഉടനെ PCR ഇനിയാളെ വിളിച്ചു. അതിനകത്ത് കൂടാതെ ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. അതെ, കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ വഴി ചിന്ത തിരിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുത്ത് നടക്കുന്ന നാണം കെട്ടവന്മാരുടെ ഭരണമാണ് ഈ സംസ്ഥാനത്തുള്ളത്. ആ നാണം കെട്ടവന്മാരുടെ രാഷ്ട്രീയ കളിയാണ് ഈ അറസ്റ്റ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.